നിസ്സാരമായൊരു ജീവിതത്തിൽ നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ വകയായി ബ്രാൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ചിന്തിക്കണം പ്രിയമുള്ളവരെ. അങ്ങ് സമ്പത്തിന്റെ പരദീസകളിൽ നിന്ന് കടന്നു വന്ന് അറിയുമോ നിങ്ങൾക്ക്? മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സമ്പത്തിന്റെ പരദീസകളിൽ ഇന്ന് ധരിച്ച മോഡൽ വസ്ത്രം നാളെ ധരിക്കാതിരുന്ന്, ഇന്ന് കഴിച്ചത് മോഡലുള്ള ഭക്ഷണം നാളെ കഴിക്കാതിരുന്ന് മിസ്അബ് എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ വരിവരിയായി കാത്തു നിൽക്കുന്നത് മിസ്അബ് ഉപയോഗിക്കുന്ന അത്തറിന്റെ പരിമളം ആസ്വദിക്കാനായിരുന്നുവെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ മാതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി. ആദ്യം എത്യോപ്യയിലേക്ക്, പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയി ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് പാറിപ്പറിഞ്ഞ മുടിയുമായി പ്രവാചകന്റെ സന്നിധിയിലൂടെ കടന്നു വന്ന മിസ്അബ് എന്ന ചരിത്രത്തിന്റെ രേഖയാണ്. ഓർക്കണം പ്രിയമുള്ളവരെ, ഉഹദ് എന്ന് പറയുന്ന യുദ്ധത്തിന്റെ രണഭൂമിയിൽ പടനായകത്വം കൊടുത്ത് രണ്ട് കൈയും വിച്ഛേദിക്കപ്പെട്ട് നെഞ്ചിന്റെ മേലെ തുളയിട്ട് മിസ്അബ് താഴെ കിടക്കുമ്പോൾ സമ്പത്തിന്റെ പരദീസയിൽ ജീവിച്ച മിസ്അബിന്റെ കാൽഭാഗം ആ തുണി കൊണ്ട് പൊതിയുമ്പോൾ തലമറിയുന്നില്ല, തലഭാഗം കഫൻ ചെയ്യുമ്പോൾ കാലമറിയുന്നില്ല. അവസാനം പ്രവാചകൻ പറഞ്ഞു, പുല്ല് വെട്ടിക്കൊണ്ട് വാ സഹാബ, മിസ്അബിന്റെ കാൽഭാഗം ഞാനൊന്ന് കഫൻ ചെയ്യട്ടെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിന്ന് കടന്നു വന്ന് അടിമപ്പാളയത്തിലെ ബിലാലിനെ ഇസ്ലാമിന്റെ മുദ്രയാക്കി മാറ്റുമ്പോൾ ഇന്നും ഫത്ഹായിന്റെ തെരുവുകൾക്ക് സംസാരിക്കാനുള്ള നാക്കുണ്ടാകുമായിരുന്നെങ്കിൽ അവ വിളിച്ചു പറയുമായിരുന്നു, ഉമയ്യത്ത് എന്ന് പറയുന്ന കിങ്കരന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമായി ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ഒരു ഷർട്ടിന്റെ ഒരു കമീസിന്റെ മറ പോലും ഇല്ലാതെ മലർത്തിക്കിടത്തി നെഞ്ചിന്റെ മേലെ കനമേറിയ പാറക്കല്ലും വലിച്ചു നീട്ടുമ്പോൾ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കെഞ്ചിയിട്ടുണ്ട് അന്ന് ബിലാൽ. അന്ന് ബിലാലിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്ന സന്ദർഭത്തിലും ആകാശഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അന്ന് ബിലാൽ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, യൗവനത്തിന്റെ തീഷ്ണമായ ജീവിതങ്ങളുടെ കുറഞ്ഞ കാലഘട്ടമാണെങ്കിലും അള്ളാഹുവിന്റെ സിംഹാസനത്തെ കിടുക്കിക്കളഞ്ഞ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മാതൃകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലൂടെ 30-ാമത്തെ വയസ്സിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 35-ാമത്തെ വയസ്സിലൂടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതെല്ലാ ചരിത്രകാരന്മാര് പറയുന്നു 37-ാമത്തെ വയസ്സിലാണ് ബദറിലും ഉഹുദിലും ഖന്തക്കിലും പങ്കെടുത്തു. ഖന്തക്ക് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ അമ്പ് ചെയ്ത് തന്റെ ഞരമ്പ് മുറിഞ്ഞ് മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഓരത്തിലെ ടെന്റ് കെട്ടി പ്രവാചകൻ പരിചരിക്കുന്ന അസ്ർ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരാട് ചാടി കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് ലോകത്തോട് വിട പറഞ്ഞ് ആ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മടിത്തട്ടിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ സഅദ് ബിൻ മുആദിന്റെ റൂഹിനെ പിടിച്ചപ്പോ ഇഹ്തസൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനമാകുന്ന അർശ് വരെ കിടുങ്ങിപ്പോയി എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ സഫായി കാത്തു നിന്നതും ആ സഅദ് ബിൻ മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ ചരിത്രത്തിൽ സുന്ദരമായ പദങ്ങളെ കൊണ്ട് ഇടം പിടിച്ചു പോയ ബദറിന്റെ രണഭൂമിയിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനമെടുക്കണം നബിയേ? അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ ഞങ്ങളും കയറും റസൂലേ, അങ്ങൊരു സമുദ്രത്തിലേക്ക് ഊളയിട്ടാൽ ഞങ്ങളും ഊളയിടും റസൂലേ, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ നന്ദിക്കേടിന്റെ വാക്ക് ഞങ്ങൾ ഒരിക്കലും പറയില്ല റസൂലേ. അങ്ങ് മടങ്ങണം, ഞങ്ങളുടെ തൊണ്ടക്കുടിയിലൂടെ അമ്പ് തറക്കുന്നത് കണ്ടാൽ അങ്ങ് മടങ്ങണം മദീനയിലേക്ക്, അങ്ങയെ സ്വീകരിക്കാൻ ആളുണ്ടാകുമെന്നാൻ തങ്ങളുടേതായ വ്യക്തിമുദ്ര ജീവിതങ്ങളിലൂടെ പതിപ്പിച്ച ആളുകളുടെ ചരിത്രമാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും കഴിയേണ്ടതുണ്ട്. അവിടുന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ഇൽമുത്തിബിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതുപോലെ തന്നെ ഹന്തസയുടെ എഞ്ചിനീയറിംഗിന്റെ മേഖലയിലൂടെ കടന്നുപോയ ഇബ്നു ഹൈസമിനെ പോലെ, ഇബ്നു സീനയെ പോലെ നമ്മളാൽ കഴിയുന്നൊരു മാർഗം ജീവിതത്തിന്റെ മേഖലകളിൽ ഉല്ലേപനം ചെയ്തു വെക്കാൻ പ്രിയമുള്ളവരെ കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ. കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയി തിരിച്ചു പോകേണ്ട ഒരു കാലഘട്ടങ്ങളിൽ ഓർക്കണം നിങ്ങൾ, ആ സ്വഹാബത്തിന്റെ പാത ഉൾക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന് 1-ാമത്തെ പ്രോഫ്കോൺ മുതൽ കടന്നുപോയി ഇന്ന് 23-ാമത്തെ പ്രോഫ്കോണിൽ ഈ ശീതീകരിച്ച AC ഹാളിൽ നമ്മൾ ഇരിക്കുന്ന അനുഭവിക്കുന്ന ആസ്വാദനമുണ്ടല്ലോ, അങ്ങ് 2 താണിയുടെ മണ്ണിൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഏറുകൊണ്ട് വീണ സയ്യിദ് മൗലവിയുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളിലൂടെ, കെ മൗലവിയുടെ ത്യാഗങ്ങളിലൂടെ, ഉമർ മൗലവിയുടെ ത്യാഗങ്ങളിലൂടെ അങ്ങനെ കടന്നു വന്ന് പടുത്തുയർത്തിയ അവരെല്ലാം ജീവിതത്തിലെ അവരുടേതായ
വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇനിയും വരുന്ന ഭാവി തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, റബ്ബു ഔലാദക്കും ലിസമാനിൻ വൈരി സമാനിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിനല്ല അടുത്ത കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പറഞ്ഞ് അടുത്തൊരു തലമുറക്ക് നമ്മുടെ വക ഒരു സംഭാവന ഉണ്ടായിരിക്കാൻ പ്രിയമുള്ളവരെ, ഇതുവരെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാ പടച്ചതമ്പുരാന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറയുക എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നാട്ടിൽ നിന്ന് വാഹനം കയറി ഈ ഷിഫ കൺവെൻഷൻ സെന്ററിൽ 23ാമത് പ്രൊഫ് കോണിൽ പങ്കെടുക്കുമ്പോൾ ചെറിയൊരു ചോദ്യം, പല ഡ്രസ്സുകളും 2 ദിവസം നിൽക്കാൻ പാക്ക് ചെയ്ത് വന്നവരാൻ, ഒരുപക്ഷെ നമ്മുടെ മയ്യത്തേനെ കഫം പൊതിയാനുള്ള കഫം വിടവ എന്ന് ഈ സന്ദർഭത്തിൽ എവിടെയാ? ഏതോ ഒരു മില്ലിൽ നിന്ന് തുണിയായി വന്ന് ഈ പരിസരത്ത് എവിടെയോ ഏതോ ഒരു കടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒന്ന് സമ്പാദിക്കാൻ ഒന്നുമില്ലാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 23ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99-100 ആയത്തുകളിലൂടെ റൂഹ് പിടിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മനുഷ്യർ പറയുന്നുണ്ട്, ഖാല റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ നാഥ. അല്ലാഹു തആല മലക്കുകളോട് പറയുന്ന വാക്കുണ്ട്, കല്ല, വേണ്ടാട്ടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവന്റെ പിന്നിലുള്ളത് ഒരു ബർസഖിന്റെ ജീവിതമാണ്. ജീവിതത്തിൽ ഒന്നും ചെയ്തില്ല, റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ, ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിലൂടെ നേടിയ ഒരു മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും ഉപയോഗപ്പെടാതെ ഇനി മുന്നോട്ട് എന്തെന്ന് ചിന്തിക്കുന്ന ആ സന്ദർഭത്തിൽ റബ്ബിനോട് കെഞ്ചി പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ ഓർക്കണം പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ അനുഭവിക്കട ബിമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിന് മറന്നതല്ലേ, നീ അനുഭവിക്ക, നീ ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മടക്കപ്പെടുന്ന, അവനെ അനുഭവിപ്പിക്കുന്ന ഒരു നാള്. സൂറത്ത് ഫജ്റിന്റെ അവസാന ഭാഗത്തിലൂടെ പരാജയപ്പെട്ടു പോയ മനുഷ്യന്റെ കെഞ്ചിപ്പറച്ചലുണ്ട്, അല്ലാഹുവേ, നരകം വലിച്ചു കൊണ്ടുവരുമ്പോ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാനൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട അർജന്മാരെ, സഹോദരിമാരെ, പോയ വാക്കുകളെ കൊണ്ട് ജീവിതത്തെ തള്ളിപ്പറയാതെ നാളേക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരായി നാളേക്ക് നമ്മുടെ വക ഒരു സമ്പാദ്യങ്ങളെ, ജീവിതത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്ത് ഈ ലോകത്തോട് വിട പറയാൻ തയ്യാറാവുക.